ജോലി കഴിഞ്ഞിട്ട് ഇറങ്ങാൻ നിന്നപ്പോഴത്തേക്കിനാണ് ഏട്ടയെ വിളിച്ചത്. എത്രയും പെട്ടെന്ന് വീട്ടിലോട്ട് ആ പിള്ളേർ രണ്ടും ഭയങ്കര വഴക്കാണ്, അച്ഛനെ കൂടെ വരപ്പിച്ചുകൊണ്ടിരിക്കാതെന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പം പിന്നെ കിട്ടിയ വണ്ടിക്ക് നേരെ വന്നിട്ട് ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയപ്പോഴത്തേക്കിനും പെരും മഴ. പിന്നെ മഴ തോരുന്നവരവിടെ നിന്ന്. എൻ്റെ കുടയാണെങ്കിൽ അത്ര നല്ല കുടയൊന്നും അല്ല, തുള്ളി തുള്ളിയായിട്ട് മേത്തേക്ക് വെള്ളം വീഴുന്ന ടൈപ്പ് കുടയൊക്കെ ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം അവിടെ നിന്ന് മഴ തോർന്നപ്പോൾ ഞാൻ ഓടി വീട്ടിലെത്തി. വീട്ടിൽ വന്നപ്പോൾ എന്നെ ഒരു ഷിമ്മിക്കൂടിന് വേണ്ടിയിട്ടാണ് രണ്ടുപേരും വഴക്കുണ്ടാക്കിക്കൊണ്ടിരുന്നത് കേട്ടോ. നമുക്കത് വെറും ഷിമ്മിക്കൂടെ കാണേലും പിള്ളേരതിനൊരു ബാഗായിട്ടാണ് കാണുന്നത്. അതിനകത്ത് ആവശ്യമില്ലാത്തതും എല്ലാം കുത്തി നിറച്ച് തോളിനകത്തിട്ട് സഞ്ചിയാക്കി കളിക്കുക എന്നുള്ളതാണ് അവരുടെ മെയിൻ വിനോദം കേട്ടോ. അങ്ങനെ പിന്നെ അവരെ രണ്ടുപേരെയും ഒന്ന് സമാധാനിപ്പിച്ച് ഒരു ഷിമ്മിക്കൂടിനകത്ത് കുറേ തുണിയെല്ലാം വാരിയിട്ട് കൊടുത്ത് അവരെ ഒന്ന് ഇരുത്തി കഴിഞ്ഞപ്പോഴത്തേക്കിനും അവർ ഓക്കെ ആയി. പിന്നെ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ച് വിശന്ന് കുടൽ കരിഞ്ഞാണ് വന്നത്. പിന്നെ ഇന്നലെ നമ്മൾ മാമ്പഴപ്പുളിശ്ശേരിയൊക്കെ വെച്ചിട്ടാണ് കേട്ടോ കിടന്നത് കറണ്ട് വന്നപ്പോഴത്തേക്കിനും. അപ്പം മാമ്പഴപ്പുളിശ്ശേരി ഇന്നത്തേനും കൂടി ഉണ്ടായിരുന്നു. അപ്പം വന്ന പാടെ കുറച്ച് മാമ്പഴപ്പുളിശ്ശേരിയും പയർ കൂട്ടാനും പിന്നെ ചിക്കൻ കറിയൊക്കെ കൂട്ടി ഒരു പിടുത്ത് അങ്ങ് പിടിച്ച് വയറ് ഫുള്ളാക്കി കേട്ടോ. അടുത്ത മഴയ്ക്ക് പ്രാന്ന വീട്ടിൽ പോയേക്കാൻ ടിപ്പുവിന് ചോറൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഓട്ടോ വിളിച്ച് നേരെ വീട്ടിലോട്ട് പോയി. ആ ഗ്യാപ്പിൽ പിന്നെ രണ്ടുപേരെയും പിടിച്ചൊന്ന് കിടത്തി ഉറക്കാനുള്ള ശ്രമമായിരുന്നേ. കുഞ്ഞാപ്പി കുറേ നേരം കഴിഞ്ഞപ്പോൾ കിടന്നുറങ്ങി, അബി ഉറങ്ങിയതും ഇല്ല കേട്ടോ. പിന്നെ ഞാൻ ഒരു തരത്തിൽ കുറേ നേരം അവനെ കളിപ്പിച്ചുകൊണ്ടൊക്കെ ഇരുത്തിയിട്ട് ഞാൻ അബീനെയും കിടത്തി ഉറക്കി. അങ്ങനെ പിന്നെ ഞാനും ആ കൂടെ കിടന്നങ്ങ് മയങ്ങിപ്പോയി. എണീറ്റപ്പോഴത്തേക്കിനും എന്താ കുരുട്ട്. ഞാൻ വിചാരിച്ചു നേരെ വിരുട്ടിന്ന് കേട്ടോ. പക്ഷേ വേറൊന്നല്ല, മഴയായിരുന്നു, മൂടലാണ് കേട്ടോ. അങ്ങനെയാണല്ലോ, പകൽ കിടന്ന് കുറേ നേരം ഉറങ്ങിക്കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ വിചാരം പിറ്റേ ദിവസം ആയിരുന്നാണല്ലോ. അങ്ങനെ പിന്നെ എണീറ്റ് വന്നിട്ട് ഒരു കട്ടനും ഇട്ട് നമുക്കിനി കുറച്ച് നേരം സിനിമയൊക്കെ കണ്ടിരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പഴയ പടങ്ങളുടെ ഒരു കളക്ഷൻ തന്നെ കണ്ടു വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഓരോന്നായിട്ട് കണ്ടു തീർക്കണം. അങ്ങനെ ആദ്യത്തെ കൺമണി സിനിമ അങ്ങ് വെച്ച് അതിരുന്ന് കാണാമെന്ന് വിചാരിച്ച്. കുറേ ചിരിക്കാനൊക്കെ ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആ പടം. അങ്ങനെ ഞാനും കുഞ്ഞാപ്പി അബിയും കൂടെ ഇരുന്ന് സിനിമയൊക്കെ കണ്ട് ചായയൊക്കെ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഏട്ടായി ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് ക്രീം ബണ്ണ് വേണം എന്ന് കുറേ ദിവസം പറഞ്ഞിട്ട് ആൾ മറന്നു പോകുമായിരുന്നു കേട്ടോ. ഇന്ന് ഞാൻ പിന്നെ പറയാനും പോയില്ല, എന്തായാലും ഓർത്ത് ക്രീം ബണ്ണ് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ക്രീം ബണ്ണും കട്ടൻ ചായയും കനാലില്ല കേട്ടോ, കട്ടൻ ചായയൊക്കെ സിനിമയും കണ്ടിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ പിന്നെ ചായയൊക്കെ എടുത്തുകൊണ്ടിരുന്ന് ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് സിനിമയും കണ്ട് ചായയൊക്കെ കുടിച്ചു. വന്നപ്പോഴത്തേക്കിനായിട്ട് ബീഫ് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് കറി വെക്കാനുള്ള പരിപാടിയിലൊക്കെയാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.